പോലുള്ള കള്ളനെ, അഴിമതിക്കാരനെ, കൊള്ളക്കാരനെ, ഡൽഹിയെ കൊള്ളയടിച്ച് ശീഷ്മവല്ല ചില്ലു കൊട്ടാരങ്ങളിൽ താമസിച്ചിരുന്ന ഇത്തരം കപട രാഷ്ട്രീയക്കാരനെ പിന്താങ്ങുന്നത് നിർത്തൂ. അയാളുടെ ഗീർവാണ അടികൾ കേട്ടുകൊണ്ട് ഇവിടെ വന്നിരുന്ന് അതിനുള്ള മറുപടി ഫ്രീബീസ് നിങ്ങൾക്കും പിന്തുടരേണ്ടി വന്നുവല്ലോ ആം ആദ്മി പാർട്ടിയുടെ അതേ വഴിയിൽ. മഞ്ജുഷേ, ഗാലറി നമുക്ക് എതിരാണല്ലോടാവേ. ഈ ഉത്തരം താങ്ങുന്ന പല്ലി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഞാനിത് താങ്ങി പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ മേൽക്കൂര ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ ഡൽഹിയിൽ വന്നപ്പോൾ മാത്രം BJP ഇത് പ്രഖ്യാപിക്കേണ്ടി വന്ന്. സാറേ, ഡൽഹിയിൽ മാത്രമല്ല BJP ഓരോ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് ക്ഷേമ പദ്ധതികൾ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ജനങ്ങളുടെ മുമ്പിലോട്ട് വെച്ചിട്ട് തന്നെയാണ്, പ്രകടന പത്രികകളിൽ വെച്ചിട്ട് തന്നെയാണ് മുമ്പോട്ട് പോയിരിക്കുന്നത്. അല്ല, ഞാൻ പറയട്ടെ എന്റെ പൊന്ന് മാഷേ, പരമശിവം സ്പിരിറ്റ് എടുത്താൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇതുപോലെ പല വെല്ലുവിളികളും നേരിട്ടിട്ടുണ്ട്. മധ്യപ്രദേശിൽ ഡൽഹി കണ്ടിട്ടാണോ ഞങ്ങൾ ചെയ്തത്? മധ്യപ്രദേശിൽ ഞങ്ങൾ ചെയ്തില്ലേ? മഹാരാഷ്ട്രയിൽ ഞങ്ങൾ ചെയ്തില്ലേ? ഹരിയാനയിൽ ഞങ്ങൾ ചെയ്തില്ലേ? പിന്നെ നിങ്ങൾ എന്തിനാ, അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഉത്തരം താങ്ങുന്ന പല്ലിയാകാതെ നിങ്ങളെ കണ്ടുകൊണ്ടാണ് ബാക്കിയുള്ളവരെല്ലാവരും ഇത് കോഴി കൂവുന്നതുകൊണ്ടാണ് സൂര്യൻ ഉദിക്കുന്നതെന്ന് പറയുന്ന പോലെ നിങ്ങളെ കണ്ടുകൊണ്ടാണ് ബാക്കി എല്ലാവരും ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുന്നതിന്? നിങ്ങൾ ചെയ്തതിന്റെ ഫലമാണ് ഇപ്പൊ നിങ്ങൾ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടിച്ചിറക്കി വിട്ടില്ലേ? മുഖ്യമന്ത്രി ഉൾപ്പെടെ തോറ്റില്ലേ? ഞാൻ ചോദിക്കട്ടെ, കേജ്രിവാൾ ഉൾപ്പെടെ തോറ്റില്ലേ? സഹോദര, കേജ്രിവാൾ ഉൾപ്പെടെ തോക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ? എന്ത് കേജ്രിവാൾ ഉൾപ്പെടെ തോറ്റില്ലേ? അഴിമതിക്കെതിരെ പ്രസംഗിക്കാമെന്ന് 70 ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള ഒരു നേതാവ് എന്ന് പറയുന്നത് അരവിന്ദ് കേജ്രിവാൾ എന്നാണ്. ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല. അഴിമതിക്കെതിരെ ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങിയിട്ട് ഏറ്റവും അവസാനം അഴിമതി കേസിൽ തന്നെ ജയിലിൽ പോകുന്ന നാണക്കേടുണ്ടായിട്ടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അരവിന്ദ് കേജ്രിവാൾ ആയിരിക്കും. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? മറ്റാരും ആയിരിക്കില്ല. അതുകൊണ്ട് വെറുതെ ഇരുന്നുകൊണ്ട് ഗീർവാൺ അടിക്കുക നമ്മളെ ഗീർവാൺ അടിക്കുന്നത് നിങ്ങളുടെ നേതാവായിരുന്നു സാറേ. അതുകൊണ്ടാണ് തോറ്റുപോയത്. അതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പ് നോക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും സാറേ. ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പ് നോക്കുന്നതൊക്കെ മനസ്സിലാവും. നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അതിന്റെ മുഖമായിരുന്ന ആള് തന്നെ തോറ്റുപോയി. എന്നിട്ട് നിർത്താറായില്ലേ? ഗീർവാൺ അടികാരനാണ്. നരേന്ദ്രമോദി 13 വർഷം ഡൽഹിയിൽ മുഖ്യമന്ത്രിയായിരുന്നു. തോൽപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? കഴിഞ്ഞ 10 വർഷമായിട്ട് അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. തോൽപ്പിക്കാൻ ആർക്കെങ്കിലും സാധിച്ചോ? അത് ഗീർവാണോ അല്ല, അത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തെ മനസ്സിലാകുന്നത് കൊണ്ടാണ് 13 വർഷം ഗുജറാത്തിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ സാധിക്കാതിരുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രധാനമന്ത്രി സ്ഥാനത്ത് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ സാധിക്കാത്തത്. അദ്ദേഹം മത്സരിക്കുന്ന ഒരു സീറ്റിൽ പോലും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി സാധിക്കാത്തത്. ഹോം ടർഫിൽ തോറ്റുപോയില്ലേ? സ്വന്തം ഹോം ടർഫിൽ ന്യൂഡൽഹി സീറ്റിൽ തോറ്റുപോയില്ലേ? ഇനിയെങ്കിലും കുറച്ചൊന്ന് അടങ്ങൂ. അതുകൊണ്ട് ഗീർവാൺ അടിക്കുന്നത് ആരാണെന്നുള്ള കാര്യം ഡൽഹിയിലെ ജനത കാണിച്ചു തന്നിട്ടുണ്ട്. ഇനിയെങ്കിലും പോയി അത് കണ്ടിട്ട് പഠിക്കാൻ പറയൂ. പിന്നെ വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ലളിത ജീവിതത്തിന്റെ അപ്പോസ്തലനെന്ന് പറഞ്ഞു വന്ന മനുഷ്യൻ ഈ ചില്ലുകൊട്ടാരത്തിൽ താമസിക്കുന്ന സാഹചര്യം ഉണ്ടായത് എങ്ങനെയാ സാറേ? ഡൽഹിയിലെ ജനത ഇത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാന്നേ. അയ്യോ, 38 സൈസ് ഷർട്ട് ഇടേണ്ട ആള് 42 സൈസ് ഷർട്ട് ഇടുള്ളൂ. എന്തിനാ? കോമൺ മാൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ 42 തികയില്ല, 44 ഇടേണ്ട അവസ്ഥയിലേക്കാണ് ആള് പോകുന്നത്. നമ്പർ മറക്കണ്ട, ഞങ്ങൾ തന്നതേ ചോറ് തന്നെയാ. അതിന്റെ ഫലമാണ് ഡൽഹിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം അത് കണ്ട് ഇനിയെങ്കിലും പഠിക്കൂ. അല്ലാണ്ട് മോദി ഗീർവാൺ അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ മോദി ഗീർവാൺ അല്ല അടിക്കുന്നതുകൊണ്ടാണ് ജനം ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നെ BJPയുടെ ഐഡിയോളജി ഹിന്ദുത്വ ഐഡിയോളജിയാണ്. എന്താ കുഴപ്പം? ഞങ്ങൾക്ക് അത് പറഞ്ഞതിന് മുമ്പോട്ട് പോകാനുള്ള ആംബിയറുണ്ടെന്നേ. അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനായിരുന്നു. അരവിന്ദ് കേജ്രിവാളിന് മാത്രം ഡൽഹിക്ക് പുറത്തേക്ക് ട്രാൻസ്ഫർ കിട്ടില്ല. അമ്മാതിരി സ്വാധീനമാണ് അയാളെ കാണിച്ചുകൊണ്ടിരുന്നത്. ആ അഴിമതി മുഖ്യമന്ത്രി കസേരയിൽ വന്നിരുന്ന് കാണിക്കാൻ തുടങ്ങിയപ്പോ പിടിച്ചകത്തിട്ടു. അത്രേ ഉള്ളൂ. അനന്തൻ ഇവിടുന്ന് പോണം. അദ്ദേഹം ലക്ഷങ്ങള് ശമ്പളം വാങ്ങിയിരുന്ന അദ്ദേഹം 10-15 വർഷം ഡൽഹിയിലെ ചേരികളിൽ ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ച് കടന്നു. അദ്ദേഹത്തിന് ഈ മുഖ്യമന്ത്രി 15 വർഷം ഡൽഹിയിൽ തുടർച്ചയായിട്ടിരുന്ന ഒരു IRS ഉദ്യോഗസ്ഥനെ കാണിച്ചു തരാമോ ട്രാൻസ്ഫർ വാങ്ങിക്കാതെ? എന്ത് പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്.
പിൻവാതിൽ ഇടപാടായിരുന്നു സാറേ. ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ഇയാൾക്ക് അവിടെ ഉണ്ടായിരുന്നത്. കൂടുതൽ പറയിപ്പിക്കല്ലേ. നിങ്ങളുടെ അഴിമതി വിരുദ്ധ അപ്പോസ്തലന്റെ മുഖം മൂടി ഓരോന്നായിട്ട് ഇവിടെ അഴിഞ്ഞു വീഴും. നിങ്ങൾ തന്നെ ഞാൻ കുറച്ചു നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയാണ് നിങ്ങൾ പറഞ്ഞത്. 15 വർഷം ഡൽഹിയിൽ ഒരു IRS ഉദ്യോഗസ്ഥന് ട്രാൻസ്ഫർ പോലും ലഭിക്കാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് തരം പിൻവാതിൽ സ്വാധീനമായിരിക്കും അവിടെ നടത്തിയിരിക്കുന്ന? അവിടെ മുതൽ അഴിമതിക്കാരനാണെന്നേ, കള്ളനാണ്. അതുകൊണ്ടാണ് ജയിലിൽ 10-75 ദിവസം പിടിച്ചെടുത്ത സാഹചര്യം ഉണ്ടായിരുന്നത്. ഹൈക്കോടതി ജാമ്യം കൊടുത്തോ? പറഞ്ഞത് നിങ്ങൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ ഹൈക്കോടതി പറഞ്ഞു വെച്ചത്. സുപ്രീം കോടതിയിൽ പോയപ്പോ ED കേസിന് ജാമ്യം ലഭിച്ചുവെന്നും ഇയാളിൽ നിന്ന് കിട്ടാനുള്ള എല്ലാം എടുത്തുവെന്നും ഫ്ലൈറ്റ് പിടിച്ച് ഓടിപ്പോന്ന ഫ്ലൈറ്റ് റിസ്ക് കാറ്റഗറിയിൽ പെടുത്തേണ്ട ആളല്ലെന്നും മുഖ്യമന്ത്രി ആയിരുന്ന ആളാണെന്നും അതുകൊണ്ട് മാത്രം ജാമ്യം എന്നും പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. ട്രയൽ നടക്കട്ടെന്നേ. നിങ്ങളുടെ അഴിമതിക്കാരൻ നേതാവ് പുറത്തിറങ്ങി നടക്കാനൊന്നും പോകുന്നില്ല. മുടിഞ്ഞു പണ്ടാറടങ്ങി കുത്തുവാള എടുത്തു പോട്ടെ നായിന്റെ മോൻ നശിച്ച് നാറാണക്കല്ല്. സ്വാധീനമുള്ള ഒരാൾ 75 ദിവസം ജയിലിൽ കിടന്നുണ്ടെങ്കിൽ ആള് കള്ളനാണെന്നും മോഷ്ടിച്ചുവെന്നും അഴിമതിക്കാരനാണെന്നും ബോധ്യമുള്ളതുകൊണ്ടാണ് ആദ്യം ഇതുപോലുള്ള കള്ളനെ, അഴിമതിക്കാരനെ, കൊള്ളക്കാരനെ ഡൽഹിയെ കൊള്ളയടിച്ച് ശീഷ്മവല്ല ചില്ലു കൊട്ടാരങ്ങളിൽ താമസിച്ചിരുന്ന ഇത്തരം കപട രാഷ്ട്രീയക്കാരനെ പിന്താങ്ങുന്നത് നിർത്തൂ. അയാളുടെ ഗീർവാണ അടികള് കേട്ടുകൊണ്ട് ഇവിടെ വന്നിരുന്ന് അനിയാ പോട്ടെ, അമ്പിമനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?